the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായം 28-ാം വാക്യം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ഇന്ന് നാം ചിന്തിക്കുന്നത്, ദൈവം ഇതുപോലെ ആത്മാവിനെ വർഷിക്കുമ്പോൾ എങ്ങനെ ആത്മാവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ത്വരിതപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. ആത്മാവിൻ്റെ ഉണർവ് നിസ്സാരമാക്കരുത്. ആത്മാവ് തരുന്ന ഉണർവ് നിസ്സാരമാക്കരുത്. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത ഇടഭാഗം, പുത്തൻകുരുട്ടി ഇടഭാഗമാണ് കാഞ്ഞിരപ്പള്ളി രൂപത. 2010 ഞാൻ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോവുകയും ഞാൻ അവിടെ എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് വളരെ ചെതറി കാണുകയും ചെയ്തു. നിർത്തി നോക്കിയപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ല. അവിടുന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പോയി, പല ഹോസ്പിറ്റലുകളിലും പോയി. എന്നാൽ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇതിന് ഇനിയും ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, കാഴ്ച തിരിച്ചു കിട്ടുവാൻ യാതൊരു മാർഗവുമില്ല എന്ന്. 2012 ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ട് പോയി. ഞാൻ വീട്ടിൽ തന്നെ കാഴ്ചയില്ലാതെ 1 വർഷത്തോളം ഇരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ലാതെ അല്ലേ? 2 കണ്ണിനും കാഴ്ചയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥിതിയായി. ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളെല്ലാവരും വളരെ ഭക്തിയോടുകൂടി അത് കാണാറുണ്ടായിരുന്നു. അതായത് അച്ഛൻ എന്തു പറയുന്നോ അതനുസരിച്ച് തന്നെ അവിടെ കാണും. മുട്ടുകുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തിയും, സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കുകയും, കൈ ഉയർത്താൻ പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കും അല്ലേ? കൈ ഉയർത്തി കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കും അല്ലേ? അതെ. ഇവിടെ നേരിട്ട് പറഞ്ഞിട്ട് പോലും പലരും അനുസരിക്കുന്നില്ല. പക്ഷേ ഈ ചേട്ടൻ ദൈവകൃപയുള്ള ചേട്ടനാണ്. അതുകൊണ്ട് ടി വി കൂടെ പറഞ്ഞ് വീട്ടിലിരുന്ന്, ചേട്ടൻ മാത്രമല്ല ഫാമിലി മുഴുവൻ അല്ലേ, കുടുംബം ഒരുമിച്ച് അവരിതേപോലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ വീട്ടിലിരുന്ന് അഭിഷേകത്തിന് കൂടുക. അങ്ങനെ 2014 ഒരു ഞായറാഴ്ച ഒരു സഹോദരിയുടെ സാക്ഷ്യം അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ വന്നു. ചേച്ചിയുടെ പ്രോഗ്രാം പ്രശ്നം ഇതായിരുന്നു, ശരീരം മുഴുവൻ വിണ്ട് കീറിയിട്ട് വെള്ളം ഒഴുകുന്നു. ഓ, ചക്ക വിണ്ട് കീറിയം, അത് ഞാൻ ഓർക്കേണ്ട ഒരു സാക്ഷ്യം. അത് നിങ്ങളും കേട്ട് കാണുമായിരിക്കും അല്ലേ? അത് ടെലിവിഷനിലൂടെ പറഞ്ഞ് അത് കേട്ടതിൻ്റെ പിറ്റേ ആഴ്ചയിൽ എൻ്റെ ഇളയ മകനാണ് ഈ നിൽക്കുന്നത്. ഇവന് പിറ്റേ ആഴ്ചയിൽ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയുടെ തിരുവോസ്തിയിൽ തൊട്ടിട്ട് എൻ്റെ കണ്ണിൽ വന്ന് തൊട്ടിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ പപ്പായുടെ കണ്ണിന് കാഴ്ച കൊടുക്കണമെന്ന്. ആ സമയം തന്നെ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. ഞാനിപ്പോൾ യേശുവേ 2 കണ്ണിനും കാഴ്ചയില്ലാതെ 1 വർഷത്തിലധികമായി വീട്ടിലിരിക്കുകയായിരുന്നു. അതെ അതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടി വിയിൽ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായി. ഉടനെ ആ കുട്ടി ആരാധന നടക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയിൽ ആ ടെലിവിഷൻ്റെ സ്ക്രീനെ പോയി തൊട്ട് ഈശോയെ തൊടുന്ന അതേ വിശ്വാസം തൊട്ടിട്ട് നേരെ വന്ന് പപ്പയുടെ കണ്ണിലേക്ക് അങ്ങോട്ട് വെച്ചു. ഈശോ ആ സമയം അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. കാഴ്ച കിട്ടിയേ? ഇപ്പോൾ കാഴ്ചയുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചാണ് ഇവിടെ വരാറുള്ളത്. ദൈവമേ, വണ്ടി ഓടിച്ചത് റോട്ടിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് മറ്റു വണ്ടിനെ ഇടിക്കാതെ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ അത് കാഴ്ചയുള്ളതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കാണുന്നുണ്ടോ? അത് ശരിക്കും പ്രൈസ്. ഈ മിടുക്കൻ്റെ വിശ്വാസം സാരല്ല. മോൻ്റെ പേരെന്ന് പറഞ്ഞ് മോനെ നീ എന്താ ചെയ്തത്? നീ തുറന്ന് പറ, നീ എന്താ ചെയ്തത്? നിന്റെ പേരാദ്യം പറ. എൻ്റെ പേര് അലൻ. അലൻ. അലൻ
നീ എന്താ ചെറുപാട്ടിട്ട് ഞാനാണ് ആരാധന സമയത്ത് ദിവ്യാനന്ദ ഈശോയെ പോയി തൊട്ടിട്ട് പറഞ്ഞു, എൻ്റെ പപ്പായുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കണമേ. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ദിവ്യാനന്ദ ഈശോ അങ്ങനെ പപ്പായ്ക്ക് ഇങ്ങനെ കാഴ്ച കൊടുക്കും, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? ഈ അഭിഷേകത്തിന് കാണുമ്പോൾ ഈ സാക്ഷികൾ കാണുമ്പോൾ നിനക്ക് വിശ്വാസം വർദ്ധിക്കും അല്ലേ? അപ്പൊ എന്നിട്ട് നീ എന്ത് ചെയ്തു? ഇങ്ങനെ ചെന്ന് തൊട്ടിട്ട് നേരെ പപ്പയുടെ കണ്ണിൽ ഇവിടെ തൊട്ടിട്ട് പറഞ്ഞ് എൻ്റെ പപ്പയുടെ കണ്ണിന് വിശ്വാസം അല്ല കാഴ്ച കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഫ്രൈസ്. അപ്പോൾ നോക്കി ഈശോ ആ സമയം ഈ ഇപ്പം നോക്കിയേ, കണ്ണട ഒന്നും വെക്കണ്ട, നേരെ കാണുക എന്നൊക്കെ കണ്ണില്. ഫ്രൈസ്. ഹല്ലേലൂയ. അത്ഭുതകരം. ആ സമയത്ത് ഈശോ കൊണ്ട് ഇടപെടുക. ഈശോയ്ക്ക് അഭിഷേകത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പല വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീസസ് ജീസസ്. നന്ദി നന്ദി നാഥാ, സ്തുതി സ്തുതി എന്നാഥാ. നന്ദി നന്ദി നാഥാ, സ്തുതി സ്തുതി എന്നാഥാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു, യേശുനാമമുയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകാഗ്നിയുടെ സമയത്ത് ഒരു താമസിച്ചുള്ള ധ്യാനത്തിൽ ധ്യാനം കൂടുന്നത് പോലെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും എവിടെയെല്ലാം ദൈവജനം ഒരുമിച്ച് കൂടിയിരുന്ന് വചനം കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവജനം പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. അവിടെ എല്ലാം യേശു തൻ്റെ വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ചൊരിയുന്നുണ്ട്. ഈ സമയം ദൈവമക്കളെല്ലാവരും ഈ ടീമിനോട് ചേർന്ന്, അട്ടപ്പാടി അഭിഷേകാഗ്നി ടീമിനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഫയർ ഫയർ ഫയർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. സത്യമേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ ആത്മാവേ ആരാധന. നിതാന്ത സ്നേഹമേ ആരാധന. വലിയ തീഷ്ണതയോടെ പിതാവേ ആരാധന. നിത്യ സത്യമേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. നിതാന്ത സ്നേഹമേ ആരാധന. കരങ്ങളടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന അങ്ങേക്ക് ആരാധന. കൈയടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന. 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 പരിശുദ്ധാത്മാവേ ആരാധന അങ്ങേക്ക് ആരാധന. എല്ലാ ദൈവമക്കളും നന്നായി കൈയടിച്ച് സമൂഹത്തോട് ചേർന്ന് ഈ സമയം ദൈവപിതാവിനെ ആരാധിക്കുകയാണ്. എല്ലാ സൃഷ്ടികളോടും ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, സഭയോട് ചേർന്ന് കൂട്ടായ്മയിൽ ആരാധിക്കുന്നു. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. കൂട്ടായ്മയിൽ സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. പരിശുദ്ധാത്മാവേ ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. സന്തോഷത്തോടെ ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന.
എല്ലാ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഈ സമയം കൃപയുടെ ആത്മാവേ നിറയണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും ആത്മാവേ വ്യാപരിക്കണമേ. നിലവിളി കേൾക്കുന്ന ആത്മാവേ ചൈതന്യം നൽകണമേ. ഉണർവിന്റെ ചൈതന്യം നൽകണമേ. ആത്മീയ ബോധ്യങ്ങൾ നൽകണമേ. വിശ്വാസ കൃപകൾ നൽകണമേ. സ്നേഹം നൽകണമേ. സൗഖ്യം നൽകണമേ. സന്തോഷം നൽകണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ വിദ്യാർത്ഥിനികളെയും കുഞ്ഞി പൈതങ്ങളെയും പ്രത്യേകം തൊട്ട് അനുഗ്രഹിക്കണമേ. വലിയ വേദനയിലും രോഗത്തിലിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. സഹായിക്കണമേ. വചനം കേൾക്കാൻ പറ്റാത്ത വിധം മന്ദീഭവിച്ചു പോയ ഹൃദയങ്ങളെ തൊട്ടുണർത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുലിഖിതം വലിയ ഒരു വാഗ്ദാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കും. അതിനകത്ത് വിശുദ്ധനാണോ പാപിയാണോ? അതിനകത്ത് കാര്യപ്രാപ്തിയുള്ളവനാണോ ഇല്ലാത്തവനാണോ? മുതിർന്നതാണോ ചെറുതാണോ? ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രവചനം അന്വർത്ഥമാകുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിൽ വെച്ച് ദൈവം നമ്മുടെ മേൽ തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നുണ്ട്. ദൈവാത്മാവിനെ വർഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മാനദണ്ഡം ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പലവിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇത് നമുക്ക് സ്ഥിരീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? തൻ്റെ ഇഷ്ടത്തിനൊത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. ഇപ്പോൾ ഒരു കുടുംബം മുഴുവൻ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹം മുഴുവൻ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മേലും സ്പെഷ്യൽ വിധത്തിലാണ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത്. ഇന്നൊരു സാക്ഷി നമ്മൾ കേട്ടതാണ്. ഒരു കുടുംബം മുഴുവൻ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. വചനം കേട്ടപ്പോൾ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, എല്ലാം ഇരിക്കുകയാണ്. ഒരു ബാലൻ്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ കുറച്ച് കൂടുതൽ അങ്ങോട്ട് വർഷിച്ചു. അപ്പോൾ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവന് ശക്തമായ പ്രേരണ, അവന് അടക്കാൻ പറ്റാത്ത ഒരു ഉൾത്തള്ളൽ, ഒരു പ്രേരണ, ഒരു തോന്നിപ്പ്, ഒരു വിചാരം. എഴുന്നേക്കണം, അപ്പൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലണം, അപ്പൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ച് സുഖം പ്രാപിക്കട്ടെ എന്ന് പറയണം. തലേ ദിവസം ഈ അപ്പനെ കണ്ടതാ. മാസങ്ങളോളം, ഒരു വർഷമായി ഈ അപ്പൻ 2 കണ്ണും കാണാതെ വീട്ടിലിരിക്കുമ്പോൾ ഈ കുട്ടി എന്നും കാണുന്നതാ. പക്ഷേ അന്ന് വചനം കേട്ടപ്പോൾ
ദൈവം തൻ്റെ ആത്മാവിനെ ആ ഭവനത്തിലേക്ക് വർഷിച്ചു. ആ ബാലൻ്റെ മേൽ കുറച്ച് കൂടുതലായി ആത്മാവിനെ അങ്ങോട്ട് വർഷിച്ചു. അപ്പോൾ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആത്മാവ് വന്നപ്പോൾ ആത്മാവിൻ്റെ ഉണർവ് അവൻ്റെ മേൽ ജ്വലിക്കാൻ തുടങ്ങി. ഒരു 10 പേര് ഒരുമിച്ച് കേട്ടതായിരിക്കും, പക്ഷെ ഒരാളുടെ മേൽ ഉണർവ് കത്താൻ തുടങ്ങി. എനിക്ക് എഴുന്നേക്കണം, എനിക്ക് അപ്പൻ്റെ അടുത്തേക്ക് പോകണം, അപ്പനെ സുഖപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വൈദികൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ കുട്ടി കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുതിർന്ന നല്ല പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡർ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് ആ കുട്ടി കേട്ടിട്ടുണ്ടാവും. ഒരു സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് ആ കുട്ടി കേട്ടിട്ടുണ്ടാവും. എന്നാൽ ആത്മാവിൻ്റെ ഉണർവ് ഉള്ളിൽ അങ്ങോട്ട് കർത്താവ് കൊടുത്തു, പരിശുദ്ധാത്മാവ് നൽകി. ആ ബാലൻ പറയാണ്, ഇനിയിപ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ആ ദിവ്യകാരുണ്യത്തിൽ പോയി തൊടും, എന്നിട്ട് എൻ്റെ അപ്പൻ്റെ കണ്ണുകളിൽ വെക്കും, എൻ്റെ അപ്പൻ സുഖം പ്രാപിക്കും. ഈ ഉണർവ് അവൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. അവൻ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. ഇത് തിയോളജിക്കലായിട്ട് കറക്റ്റാണോ, ഇതിപ്പോൾ അപ്പൻ എന്ത് വിചാരിക്കും, ഇത് എൻ്റെ ചേട്ടനനിയന്മാർ എന്ത് വിചാരിക്കും, എന്നെ കളിയാക്കുമോ, നാളെ എന്ത്, ഇതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഈ ഉണർവ് അവനെ പുഷ് ചെയ്യുകയാണ്. അവൻ മുമ്പോട്ട് നീങ്ങി, അവൻ ദിവ്യകാരുണ്യത്തിൽ തൊട്ടു, പോയി അപ്പൻ്റെ കണ്ണുകളിൽ വെച്ചു. ആത്മാവ് എന്ത് ഉണർവ് കൊടുത്തോ ആ ഉണർവനുസരിച്ച് അവൻ നീങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കൈകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് വർഷിക്കാൻ തുടങ്ങി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോയേൽ 2:28 പ്രകാരം ദൈവം നമ്മുടെ മേൽ ആത്മാവിനെ വർഷിക്കുന്നുണ്ട്. വൈദികരുടെ മേൽ ആത്മാവിനെ വർഷിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ മേൽ ആത്മാവിനെ വർഷിക്കുന്നുണ്ട്, കുടുംബങ്ങളുടെ മേൽ വർഷിക്കുന്നുണ്ട്, കുട്ടികളുടെ മേൽ വർഷിക്കുന്നുണ്ട്. ആത്മാവ് ഉണർവും പുഷും ഉൾത്തളലും തരുന്നുണ്ട്. പക്ഷേ പലരും അതിനെ കൊട്ടയിട്ട് മൂടി വച്ചിരിക്കുകയാണ്. പലരും അതിനെ കെടുത്തി കളയുകയാണ്. ഈ ദൈവാത്മാവിൻ്റെ അനുഭവം നമ്മളിൽ കൂടുതൽ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആത്മാവ് തരുന്ന ഉണർവ് അനുസരിച്ച് ആത്മാവിനൊത്ത് മൂവ് ചെയ്യുക. ആത്മാവ് തരുന്ന ഉണർവ് അനുസരിച്ച് സംസാരിക്കുക. ആത്മാവ് തരുന്ന ഉണർവ് അനുസരിച്ച് പ്രവചിക്കുക. ആത്മാവ് തരുന്ന ഉണർവ് അനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുക. ആത്മാവ് തരുന്ന ഉണർവ് അനുസരിച്ച് പ്രഖ്യാപിക്കുക. അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. എലീഷായുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകം വന്നു. ആത്മാവ് എലീഷായുടെ മേൽ വന്നു. അത് അവിടെ രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്: ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എലീഷ നിയുക്തനായി, അല്ലെങ്കിൽ എലീഷയോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആത്മാവിൻ്റെ ഒരു അനുഭവം കുറഞ്ഞ സമയത്ത് എലീഷ പറഞ്ഞു, വേഗം ഒരു ഗായകനെ കൊണ്ടുവരിക. ആ ഗായകൻ പാടിസ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എലീഷായുടെ മേൽ കർത്താവിൻ്റെ ശക്തി ആവസിച്ചു. തുടർന്ന് 16-17 വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്: അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടങ്ങളും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസാരം. ഒരു ഉറവയില്ല, ഒരു തുള്ളി വെള്ളമില്ല, വരണ്ട് കിടക്കുന്ന സ്ഥലം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എലീഷായുടെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ഉണർവ് കൊടുത്തു, പ്രേരണ കൊടുത്തു. എലീഷ എഴുന്നേറ്റ് വന്നു, പ്രഖ്യാപിച്ചു. അവിടെ സംഭവിച്ചു, വലിയ ദൈവശക്തി പ്രകടമായി. എലീഷായുടെ ആത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ വർദ്ധമാനമായി. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. മഴ പെയ്തിട്ടില്ല, കാറ്റൂതിയിട്ടില്ല, വേറെ ഒരു തരത്തിലും വെള്ളവും കനാലോ വന്നിട്ടില്ല. പക്ഷേ ആ വരണ്ട് കിടന്ന സ്ഥലത്തെല്ലാം അരുവിത്തടങ്ങളും കുളങ്ങളും കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് എലീഷ പറയുകയാണ്, ദൈവത്തിന് ഇത് തീരെ നിസാരം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ തന്നെ മക്കളെ, തീരെ നിസാരം. ആത്മാവിൻ്റെ ഉണർവ് കിട്ടുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. ആത്മാവിന് ഉണർവ് കിട്ടുന്നവർ സംസാരിക്കണം. ആത്മാവിന് ഉണർവ് കിട്ടുന്നവർ പ്രവർത്തിക്കണം. ആത്മാവിന് ഉണർവ് കിട്ടുന്നവർ പ്രഖ്യാപിക്കണം. അവിടെ ദൈവശക്തി പ്രകടമാവും. ആത്മാവ് ഇന്നും ഉണർവ് ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ചൊരിയുന്നുണ്ട്. ഇത് വൈദികരോ സിസ്റ്റേഴ്സോ അൽമായനോ, അവിടെ പരിശുദ്ധാത്മാവിന് വ്യത്യാസമില്ല. ആത്മാവ് ഇഷ്ടത്തിനൊത്ത് തൻ്റെ കൃപ വർഷിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സൂസൻ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. എനിക്ക് 2 വർഷമായിട്ട് ഞാൻ സ്പെക്സ് വെച്ചിട്ടിരിക്കുമായിരുന്നു. ഈ 2 വർഷത്തിനകത്ത് എൻ്റെ കണ്ണിലെ കാഴ്ച കുറഞ്ഞ്
2 പ്രാവശ്യം ഞാൻ ലെൻസ് മാറ്റിയായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വച്ചിരിക്കുമ്പോൾ എനിക്കൊന്നും ഒട്ടും വച്ചിട്ട് എനിക്കൊന്നും ക്ലാസ്സിലിരുന്ന ബോർഡ് നോക്കി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കണ്ണ് നന്നായിട്ട് വേദനിക്കും. അതിനുശേഷം ഞാൻ കുനിഞ്ഞിരിക്കും. ഒരു 15 മിനിറ്റ് ബോർഡ് സാറുമാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കുനിഞ്ഞിരുന്ന് ബുക്ക് നോക്കേണ്ട അവസ്ഥയായിരുന്നു. എൻ്റെ ദൈവം, ഷോർട്ട് സൈറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. 15 മിനിറ്റ് സാറുമാരെ നോക്കിക്കൊണ്ടിരുന്ന. എന്നിട്ട് അങ്ങനെ കുറേ ഒരു ദിവസം ഒരു സാറിൻ്റെ കയ്യിൽ എനിക്ക് വഴക്ക് കിട്ടുമായിരുന്നു. വഴക്ക്. പിന്നെ ഇവിടെ കഴിഞ്ഞ ഫെബ്രുവരി 27-ന് സേവർഗൻ വട്ടാലച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ജാഗരണ പ്രാർത്ഥനയ്ക്കായിട്ട് രാത്രി കഴിഞ്ഞ ഫെബ്രുവരി 27-ന് ബ്രദർ ജോസിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടെ വന്നായിരുന്നു. ബ്രദറാണെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ കണ്ണട ഊരിയെടുത്തു. എന്നിട്ട് ഊരിയെടുത്തിട്ട് പറഞ്ഞു, നീ ഇനി ഇത് വയ്ക്കണ്ട. എന്നിട്ട് എന്നെ പുറത്തിറക്കി ദൈവസായം ആ സെൻറ്റ് മേരീസ് ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ സൈഡിലുള്ള മഹാപ്രേഷിതൻ എന്ന് പറഞ്ഞ ദൈവസായം പിള്ളയുടെ ആ ബോർഡ് തന്നെ ഒരു കുറച്ച് അടി അകലം ദൂരെ നിന്നിട്ട് വായിക്കാൻ പറഞ്ഞു. ഞാൻ നന്നായിട്ട് വായിച്ചു. അതിനുശേഷം ഫെബ്രുവരി 27 കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ഇതുവരെ കണ്ണടയും വെച്ചിട്ടില്ല. എനിക്കെല്ലാം നന്നായിട്ട് ഇന്ന് വരെ വെച്ചിട്ടില്ല. എല്ലാം ക്ലിയറായിട്ട് വായിക്കാം. യേശുവേ നന്ദി. ആ ബ്രദർ എന്താ കണ്ണാടി കൂരി എടുത്ത് ഇനി നിനക്ക് തരില്ലെന്ന് പറഞ്ഞോ? ഇനി നീ ഇത് വെക്കണ്ടെന്ന് പറഞ്ഞു. ഇനി വെക്കണ്ടെന്ന് പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞു, മോളെ ആ കണ്ണാടി കൂരി ഞങ്ങൾ മാറ്റി വെക്ക്, ഇനി നീ കണ്ണാടി വെക്കേണ്ടി വരില്ല, നിനക്ക് ഈശോ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങി അങ്ങ് വായിക്കാൻ പറഞ്ഞു. കുറേ നാളായിട്ട് വായിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, കുട്ടി ക്ലാസ്സിൽ എങ്ങനെ ഇരുന്നെന്നുള്ള കാര്യം കുട്ടി പറഞ്ഞു. ആ ബ്രദർ വിശ്വാസത്താൽ ഒറ്റ സംസാരമാണ്. അപ്പോൾ തന്നെ ഹീലിംഗ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗി തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ജോസിയേട്ടൻ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു ബ്രദർ, സാധാരണ ഒരു മനുഷ്യൻ. ഈ രോഗിയുടെ കണ്ണുനീരും ദുഃഖവും രോഗി പറഞ്ഞപ്പോൾ ഈ ജോസിയേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു എളിയ ദാസൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ഉണർവ് ജോസിയേട്ടനോട് കൊടുത്തു. ജോസിയേട്ടൻ ആ ഉണർവ് സ്വീകരിച്ചു. ജോസിയേട്ടൻ എഴുന്നേറ്റ് വന്നു. ജോസിയേട്ടൻ പറഞ്ഞു, നിന്റെ കണ്ണട ഊരുക, ഇനി നീ കണ്ണട വെക്കണ്ട. നോക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു കാര്യം, ഒരു ഉണർവ് ഒന്ന് പ്രഖ്യാപിച്ചു, സംസാരിച്ചു, പറഞ്ഞു. അവിടെ ദൈവശക്തി വെളിപ്പെട്ടു. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു വേദനയിൽ നിസ്സഹായാവസ്ഥയിലായിരുന്ന ഒരു എളിയ ബാലികയുടെ കണ്ണുനീര് ദൈവം തുടച്ചു മാറ്റിയ വിധമാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ട മക്കളെ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു കുടുംബത്തിന് ദുഃഖം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ, ഒരു ആരാധന പങ്കെടുക്കുമ്പോൾ, ഒരു ഗാന ശുശ്രൂഷ കേൾക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ഒരു വ്യക്തി നമ്മൾ അഭിവാദനം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിന് ഏത് വിധത്തിലും ഏത് സമയത്തും നമ്മുടെ മേൽ അതിശക്തമായി വ്യാപരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഉണർവ്. നാം കേൾക്കുന്ന വിഷയത്തിൻ്റെ മേൽ, നാം കാണുന്ന പ്രശ്നത്തിൻ്റെ മേൽ, നാം അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിൻ്റെ മേൽ ദൈവശക്തി ഇറക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു അടിസ്ഥാന റിസോഴ്സാണ്, ഒരു അടിസ്ഥാന കൃപയാണ് ഈ ഉണർവ്. ആ ഉണർവ് കിട്ടുന്നവർ എഴുന്നേൽക്കണം. ആ ഉണർവ് കിട്ടുന്നവർ സംസാരിക്കണം, അവർ പറയണം, അവർ കൈകൾ വെക്കണം, അവർ കൈ ഉയർത്തണം, അവർ വെളിപ്പെടുത്തണം, അവർ പ്രഖ്യാപിക്കണം. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്സാരമായ ഒരു കാര്യമല്ല. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എലീഷായുടെ അടുത്ത് പ്രവാചക ഗണത്തിലെ ഒരുവൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, വലിയ കടബാധ്യതയാണ്, നിവൃത്തിയില്ലേ, എല്ലാം നശിച്ചേ. അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് മുഴുവൻ പ്രവാചകൻ്റെ അടുത്ത് ഒരു കണ്ണുനീർ കുടമായി ഇതാ ഒരു എളിയ മകൾ വന്നു. അപ്പോൾ തന്നെ ആ ദുഃഖം കേട്ടപ്പോൾ, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉണർവ്, ഒരു ജീവൻ, ഒരു പുതിയ ശക്തി അവിടെ നിക്ഷേപിച്ചു. ഉടനെ എലീഷ എഴുന്നേറ്റ് വന്നു. എലീഷ പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? പിതാവ് പറഞ്ഞു, കുറച്ച് എണ്ണയുണ്ട്. പറഞ്ഞു, ഒഴിഞ്ഞ കലങ്ങളെല്ലാം കൊണ്ടുവരിക, ഈ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക, നിൻ്റെ കലങ്ങളിൽ നിന്ന് അടുത്ത വീട്ടിൽ നിന്ന് കലങ്ങൾ മേടിക്കുക, അതിലേക്കെല്ലാം നിറയ്ക്കുക. ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറി സമൃദ്ധി കൊണ്ട് ആ കുടുംബം നിറയാനുള്ള ഒരു ഉണർവ് പരിശുദ്ധാത്മാവിടെ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എന്തെങ്കിലും ലോകചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഒരു തുട എണ്ണയുണ്ട്, കുടുംബത്തിൻ്റെ സർവ്വ സാമ്പത്തിക ക്ലേശം മാറ്റി അതിലൂടെ ദൈവം സമൃദ്ധി ചൊരിഞ്ഞത്.
ദൈവത്തിൻ്റെ ആത്മാവിന് ഇതൊക്കെ നിസ്സാരമാണ് മക്കളെ. നാം ആ ഉണർവ് സ്വീകരിക്കുന്നുണ്ടോ? ഇത് പ്രവാചകനായ എലീശയുടെ മാത്രമല്ല, ഇന്ന് സാധാരണക്കാരായ ആളുകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതല്ലേ ഇന്ന് നമ്മൾ കേട്ടത്. ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം, രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധനയുടെ സമയത്ത് ഓ ഉന്നത ചൈതന്യമേ നിറയണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഉണർവ് തരുന്ന ആത്മാവേ എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ആത്മാവാണ് ഉൾത്തള്ളൽ തരുന്നത്. ആത്മാവ് വരുന്നിടത്ത് എല്ലായിടത്തും ആത്മാവിന് പുതിയ വഴിയുണ്ട്. ആത്മാവ് ആളും തരം നോക്കിയല്ല, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് എത്ര ഉച്ചത്തിൽ ആത്മാവിനെ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ ആത്മാവിനെ വിളിച്ച് ആത്മാവാം ദൈവമേ ദിവ്യശക്തി നിറയ്ക്കണമേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ആത്മാവാം ദൈവമേ കുട്ടികൾ മുതിർന്നവർ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണമേ. ചൊരിയുക നിൻ